വയനാട്ടിലടക്കം 5 ജില്ലകളിൽ നാളെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ അവധി. കാസർഗോഡ് സ്കൂൾ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്ക്. മാസപ്പടി കേസിൽ CMRLനും വീണ ടിക്കും തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സിവിൽ നടപടികളുമായി മുന്നോട്ട് പോകാം. കൊച്ചിയിൽ യോഗം ചേർന്ന് ED ഡയറക്ടർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ പ്രതികളുമായി തെളിവെടുപ്പ്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യം. അന്വേഷണത്തിലെ അട്ടിമറിയും പരിശോധിക്കണം. അന്വേഷണത്തിന് SITയെ നിയോഗിക്കണമെന്നും നടി. ആൻഡമാൻ ദ്വീപിനോട് ചേർന്നുള്ള സമുദ്രതീരത്ത് വൻതോതിൽ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് നടത്തിയ പര്യവേക്ഷണത്തിൽ. സമുദ്രനിരപ്പിന് താഴെ 1900 മീറ്ററിലധികം ആഴത്തിൽ നിധി. 3 കിണറുകളിൽ 2 എണ്ണത്തിലും ഹൈഡ്രോ കാർബൺ സാന്നിധ്യം. കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വാർത്തകൾ തള്ളി സുരേഷ് ഗോപി. ഞാൻ മാത്രം അറിഞ്ഞില്ല കേട്ടോ എന്ന് FB പോസ്റ്റ്. വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നുവെന്ന ആരോപണം. CPM നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് വിനോദിനി ബാലകൃഷ്ണൻ. മുതിർന്ന PB അംഗം വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ല. പിണറായി വിജയൻ വിളിക്കാറുണ്ടെന്നും വിനോദിനി. മലയിടം തുരുത്തുകാരെ വഴിയാധാരമാക്കില്ലെന്ന് മന്ത്രിയുടെ ഉറപ്പ്. കോടതിക്ക് പുറത്ത് പരിഹാരം പ്രതീക്ഷിക്കുന്നതായി മന്ത്രി റോജി M. ജോൺ. ചർച്ചകൾ തുടരാൻ നിർദ്ദേശം. ആലപ്പുഴ വണ്ടർഫോൾസ് വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മലിനജലം. ജലത്തിന്റെ സാമ്പിളുകളിൽ വൻതോതിൽ കോളിഫോം ബാക്ടീരിയ. മനുഷ്യ വിസർജ്യം ഭൂഗർഭജലത്തിൽ കടന്നിട്ടുണ്ടെന്ന് ഗവേഷകർ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തൃണമൂൽ കോൺഗ്രസിലെ പൊട്ടിത്തെറി പാർലമെന്റിലേക്കും. 23 തൃണമൂൽ MP മാർ BJPയിലേക്ക്. മമതാ ബാനർജി ഇന്ന് വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 6 MP മാർ മാത്രം. ஒரு புதிய அரசியலை, அடிப்படை கட்டமைப்பை மாற்றக்கூடிய அரசியலை உருவாக்க வேண்டும் என்கின்ற ஒரு எண்ணத்தோடு இன்னைக்கு ரொம்ப பண்போடு சொல்லிவிட்டு அதே இயக்கத்திலிருந்து வெளியே வருகின்றேன். இன்றிலிருந்து நம்முடைய ஒரு புதிய பாதை, ഒരു പുതിയ ഇയക്കം, ഒരു പുതിയ പൊളിറ്റിക്കൽ മൂവ്മെന്റ്. അണ്ണാമലൈ BJP വിട്ടു. പുതിയ രാഷ്ട്രീയ സംഘടനയുമായി മുന്നോട്ട്. കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭയിൽ കലാപം. ജലവിഭവ മന്ത്രി രാജിവെച്ചു.